So, I have Instagram and YouTube community post a question. If you have any doubt comment and reply. So, I'm going to comment the questions and answers in this video. And After Effects and general topics question. So, the questions we will video answer and in this video, Premiere questions answer. So, first question is difference between basic motion properties versus transform effect. Like, what is the difference between basic scale property and scale in the transform effect? We will video basic properties like scale, position, opacity, rotation, and basic properties. And effects transform effect we video add basic properties. So, basic motion properties and transform effect difference question main three differences. First difference we transform effect skew option and we skew axis adjust but we motion properties skew option രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ ഷട്ടർ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഞാൻ ഫസ്റ്റ് നമ്മുടെ നോർമൽ മോഷൻ പ്രോപ്പർട്ടി വെച്ചിട്ട് ചെറിയ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ബട്ട് ഇവിടെ ഒരു മോഷൻ ബ്ലർ ഇല്ല, നമുക്ക് നോക്കി അറിയാം. ആൻഡ് ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ട്രാൻസ്ഫോം ഇഫക്റ്റ് യൂസ് ചെയ്ത് സെയിം ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഷട്ടർ ആംഗിളിൻ്റെ വാല്യൂ 180 കൊടുക്കാം. ആൻഡ് യൂസ് കോമ്പോസിഷൻ ഷട്ടർ ആംഗിൾ ഓഫ് ചെയ്തില്ല. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ വാല്യൂവിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ആ വീഡിയോയുടെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇനി നമ്മൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ട്രാൻസ്ഫോം എഫക്റ്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ആനിമേഷന് ഒരു മോഷൻ ബ്ലർ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് ട്രാൻസ്ഫോം എഫക്റ്റ് യൂസ് ചെയ്ത് മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇനി നമുക്ക് തേർഡ് യൂസ് എന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് മുമ്പ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഒരു ചെറിയ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ഇവിടെ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ബോക്സിൻ്റെ പൊസിഷൻ കുറച്ച് താഴോട്ടാക്കണം. അതിന് ഞാൻ ഇവിടെ പൊസിഷൻ താഴോട്ടാക്കിയിട്ട് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ വീഡിയോ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇനി അഥവാ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിമിലേക്ക് പോയിട്ട് പൊസിഷൻ താഴോട്ടാക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് കീ ഫ്രെയിമിലേക്കും പോയിട്ട് നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ പൊസിഷൻ ചേഞ്ച് ആയിരിക്കുന്നതാണ്. ഇതിപ്പോൾ 2 കീ ഫ്രെയിമേ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ബട്ട് കുറേ കീ ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ട്രാൻസ്ഫോം എഫക്റ്റ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ട്രാൻസ്ഫോം എഫക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാൻസ്ഫോം എഫക്റ്റ് യൂസ് ചെയ്ത് ആനിമേഷൻ ഒന്നും ചേഞ്ച് ചെയ്യാതെ ഈസി ആയിട്ട് പൊസിഷൻ മാറ്റാം. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ മോഷൻ പ്രോപ്പർട്ടീസ് നമുക്കൊരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോം എഫക്റ്റ് യൂസ് ചെയ്യാം. ആൻഡ് ഇങ്ങനെ മെയിനായിട്ട് 3 ഡിഫറൻസ് ആണ് ബേസിക് മോഷൻ പ്രോപ്പർട്ടിയും ട്രാൻസ്ഫോം എഫക്റ്റും തമ്മിലുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സൊല്യൂഷൻ ഫോർ സ്റ്റെബിലൈസിങ് ആൻഡ് സ്പീഡ് റാമ്പിങ് ഇൻ 1 ക്ലിപ്പ്. ഓക്കെ, നമുക്കിവിടെ ഒരു വീഡിയോയുടെ സ്പീഡ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വാപ്പ് സ്റ്റെബിലൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ക്ലിപ്പ് സെലക്ട് ചെയ്തു. Ctrl+R പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്പീഡ് ഞാൻ ഒരു 80% ആക്കുവാണ്. ഇനി നമുക്ക് വാപ്പ് സ്റ്റെബിലൈസർ ഒന്ന് അപ്ലൈ ചെയ്യാം. സോ നമ്മൾ വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എറർ കാണിക്കും. നമുക്ക് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാം. നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും സ്പീഡ് ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈക്ക് സ്പീഡ് റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്തിട്ട് സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ സ്പീഡ് റാമ്പോ ചെയ്താൽ ഇതുപോലെ എറർ കാണിക്കും. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലിപ്പ് ഒന്ന് നെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഞാൻ ക്ലിപ്പ് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക്, നെസ്റ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് വാപ്പ് സ്റ്റെബിലൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ആൻഡ് വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എനി സെറ്റിംഗ്സ് ഫോർ റെഡ്യൂസിങ് വാപ്പ് സ്റ്റെബിലൈസിങ് സ്പീഡ്. ഓക്കെ, വാപ്പ് സ്റ്റെബിലൈസർ എഫക്റ്റിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് സെറ്റിംഗ്സ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിവിടെ കുറേ സെറ്റിംഗ്സ് മാറ്റി കൊടുക്കാം, ബട്ട് അത് ഫൈനൽ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യും. സോ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ സിസ്റ്റം സ്പെസിഫിക്കേഷനെയും അതുപോലെ നമ്മുടെ വീഡിയോയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 4K വീഡിയോ അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷൻ വീഡിയോ ഒക്കെ ആണെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ കുറേ ടൈം എടുക്കും. അതുപോലെ പഴയ PC ആണെങ്കിലും സ്റ്റെബിലൈസ് ചെയ്യാൻ കുറേ ടൈം എടുക്കും. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റം സ്പെസിഫിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ടൈറ്റിൽ പാക്കുകൾ ആഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, നമുക്ക് ഈസി ആയിട്ട് പ്രീമിയറിൽ ടൈറ്റിൽ പാക്സ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ 2 പ്ലഗിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈസി എഡിറ്റ് വ്യൂവർ ആണ്. ഇത് മുഴുവൻ ടൈറ്റിൽ ആനിമേഷൻസ് ആണ്, പെയ്ഡ് ആയിട്ടുള്ള പ്ലഗിൻ ആണ്. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്ലഗിനാണ് AeJuice പാക്ക്. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇവിടെ ഇഷ്ടംപോലെ ടൈറ്റിൽസ് പാക്ക് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇതുപോലെ പ്ലഗിൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന വെബ്സൈറ്റിൽ തന്നെ കാണും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് mogrt ഫയൽസ് പ്രീമിയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഗ്രാഫിക്സ് പാനൽ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് എസെൻഷ്യൽ ഗ്രാഫിക്സ് കാണാം. നിങ്ങൾക്ക് ഇത് ഇവിടെ ഓപ്പൺ അല്ലെങ്കിൽ വിൻഡോയിൽ പോവുകയാണെങ്കിൽ എസെൻഷ്യൽ ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇവിടെ പ്രീമിയറിൽ ഓൾറെഡി കുറച്ച് ടെക്സ്റ്റ് ആനിമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ യൂട്യൂബിൽ ടെക്സ്റ്റ് ആനിമേഷൻസ് ഫോർ പ്രീമിയർ പ്രോ അല്ലെങ്കിൽ mogrt ഫയൽസ് ഫോർ പ്രീമിയർ പ്രോ എന്നൊക്കെ സെർച്ച് ചെയ്യുവാണെങ്കിൽ കുറേ ആനിമേഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കിട്ടും.
ഓക്കെ, ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത മോർഗട്ട് ഫയൽസ് എങ്ങനെ പ്രീമിയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി എസെൻഷ്യൽ ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ബോട്ടം റൈറ്റ് സൈഡിൽ വരുവാണെങ്കിൽ ഒരു പ്ലസ് ഐക്കൺ കാണാം. അവിടെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത മോർഗട്ട് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പ്രീമിയർ ആൻഡ് ആഫ്റ്റർ എഫക്ട്സ് ലിങ്ക് ചെയ്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ ആൻഡ് ഹൗ ടു ക്രിയേറ്റ് മോർഗട്ട് ഫയൽസ്. ഓക്കെ, ഞാൻ ഡൈനാമിക് ലിങ്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളൊരു വീഡിയോ പ്രീമിയറിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഫ്റ്റർ എഫക്ട്സിലും എഡിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ടെക്സ്റ്റ് ആനിമേഷൻ ഈ വീഡിയോയിൽ ചെയ്യണം, അത് ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്തിട്ട് ആഫ്റ്റർ എഫക്ട്സിലേക്ക് പോയിട്ട് അവിടെ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് റീപ്ലേസ് വിത്ത് ആഫ്റ്റർ എഫക്ട്സ് കോമ്പോസിഷൻ സെലക്ട് ചെയ്താൽ മതി. അതിന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആവും. ആൻഡ് ഈ ഡൈനാമിക് ലിങ്ക് വർക്ക് ചെയ്യണമെങ്കിൽ പ്രീമിയർ പ്രോയും ആഫ്റ്റർ എഫക്ട്സും സെയിം വേർഷൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഡൈനാമിക് ലിങ്ക് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഫയൽ സേവ് ചെയ്യണം. ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആയിട്ടുണ്ട് ആൻഡ് വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കുവാണ്. ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രീമിയർ ഓപ്പൺ ആക്കുവാണെങ്കിൽ ആ ടെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നതാണ്. ഓക്കെ, ഞാൻ എന്തെങ്കിലും ചേഞ്ചസ് ആഫ്റ്റർ എഫക്ട്സിൽ മാറ്റുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീമിയറിലും അത് അപ്ഡേറ്റ് ആയിക്കോളും. ഇനി ഞാൻ ആഫ്റ്റർ എഫക്ട്സ് ഇവിടെ ക്ലോസ് ചെയ്യുവാണ്. ഇനി നമുക്ക് വീണ്ടും ഈ ക്ലിപ്പ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച് പ്രോജക്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് റൈറ്റ് ക്ലിക്ക് എഡിറ്റ് ഒറിജിനൽ സെലക്ട് ചെയ്താൽ മതി. ആൻഡ് വീണ്ടും ആ പ്രോജക്റ്റ് ഫയൽ ഓപ്പൺ ആവും. ഇനി നമുക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും ഇവിടെ മാറ്റാം. ആൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രീമിയറിലും അത് അപ്ഡേറ്റ് ആയിക്കോളും. ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് ലിങ്ക് യൂസ് ചെയ്ത് പ്രീമിയറിലും ആഫ്റ്റർ എഫക്ട്സിലും ഒരേ സമയം എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഈ ഒബ്ജക്റ്റ് ഒക്കെ ആഡ് ആക്കി അതിനൊരു സ്പെസിഫിക് ലൊക്കേഷൻ തന്നെ കണ്ടിന്യൂ ആയി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്കെ, മോഷൻ ട്രാക്കിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. മോഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആഫ്റ്റർ എഫക്ട്സ് ആണ്. ആൻഡ് 2D മോഷൻ ട്രാക്കിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നമുക്ക് പ്രീമിയർ പ്രോയിലും മോഷൻ ട്രാക്ക് ചെയ്യാം, ബട്ട് നമ്മളത് മാനുവലായിട്ട് കീ ഫ്രെയിം ചെയ്യണം. ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു കാർ കാണാം. ഈ കാറിനെ ഫോളോ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ എലിപ്സ് ടൂൾ എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുവാണ്. ഓക്കെ, നമുക്കിവിടെ ഫില്ല് അൺചെക്ക് ചെയ്തിട്ട് സ്ട്രോക്ക് കൊടുക്കാം. ഞാൻ ഒരു 10 പിക്സൽ കൊടുക്കുവാണ്. അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇനി നമുക്കിത് ഏകദേശം കാർ സെൻറ്ററിൽ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഈ കാർ മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ സർക്കിൾ മൂവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രീമിയറിൽ മാനുവലായിട്ട് കീ ഫ്രെയിം ചെയ്യണം. ആഫ്റ്റർ എഫക്ട്സിലാണെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. ഓക്കെ, ഇവിടെ പ്രീമിയറിൽ ഫസ്റ്റ് നമുക്ക് പൊസിഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് റൈറ്റ് ആരോ പ്രസ് ചെയ്യാം. സോ ഇവിടെ 5 ഫ്രെയിംസ് മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് വീണ്ടും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് റൈറ്റ് ആരോ പ്രസ് ചെയ്യാം. 5 ഫ്രെയിംസ് മുമ്പോട്ട് പോയിട്ടുണ്ട്. കാർ സെൻറ്ററിൽ വരുന്ന പോലെ നമുക്ക് സർക്കിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും 5 ഫ്രെയിംസ് മുമ്പോട്ട് പോവുകയാണ്. ആൻഡ് ഞാൻ സർക്കിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇങ്ങനെ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യുന്നോണം വരെ കീ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ കീ ഫ്രെയിംസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഈ സർക്കിൾ ഇവിടെ കാറിനെ ഫോളോ ചെയ്യുന്നതാണ്. ഇങ്ങനെ നമുക്ക് മാനുവലായിട്ട് പ്രീമിയറിൽ മോഷൻ ട്രാക്ക് ചെയ്തെടുക്കാം. ബട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. ചെറിയ ചെറിയ ആനിമേഷൻ ആണ് ഈ പ്രീമിയറിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് വേണമെങ്കിൽ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലെഗസി ടൈറ്റിൽ നമുക്ക് വേണ്ട സ്റ്റൈൽ ഡിഫോൾട്ട് ആക്കാൻ പറ്റുമോ? ആക്ച്വലി ഞാൻ ലെഗസി ടൈറ്റിൽസ് യൂസ് ചെയ്യാറില്ല. ബിക്കോസ് നമുക്കിവിടെ എസെൻഷ്യൽ ഗ്രാഫിക്സിൽ ഒരു ടെക്സ്റ്റ് എല്ലാ രീതിയിലും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലെഗസി ടൈറ്റിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ ലെഗസി ടൈറ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഫയലിലേക്ക് പോവുകയാണെങ്കിൽ ന്യൂയിൽ ലെഗസി ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ലെഗസി ടൈറ്റിൽ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇവർ തന്നെ ഇവിടെ പറയുന്നുണ്ട് ലെഗസി ടൈറ്റിൽ താമസിക്കാതെ പ്രീമിയറിൽ നിന്ന് ഡിലീറ്റ് ആവും. ആൻഡ് ഈ ടെക്സ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എസെൻഷ്യൽ ഗ്രാഫിക്സ് പാനൽ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് ഇവിടെ ഓക്കെ പ്രസ് ചെയ്യാം. ലെഗസി ടൈറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം കൊടുക്കാം. ഇനി നമുക്ക് ഡിഫോൾട്ടായിട്ട് നമ്മൾ ചെയ്തൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ബിക്കോസ് ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. കൂടുതൽ ഞാൻ എസെൻഷ്യൽ ഗ്രാഫിക്സ് പാനലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് എഡിറ്റ് ചെയ്യുവാണ്. ആൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റ് ഇവിടെ നമുക്ക് പുതിയൊരു സ്റ്റൈലായിട്ട് സേവ് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ സ്റ്റൈൽ സെലക്ട് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഒരു നെയിം കൊടുത്തിട്ട് അത് സേവ് ചെയ്യാം. ഇനി നമുക്ക് ഈ സെയിം സ്റ്റൈലിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റൈൽസിൽ വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ എപ്പോൾ ലെഗസി ടൈറ്റിൽ ഓപ്പൺ ചെയ്താലും നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്ത സ്റ്റൈലായിരിക്കും ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്.
സോ ഞാൻ പറഞ്ഞിട്ട് ലെഗസി ടൈറ്റിൽ ഇനി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എസെൻഷ്യൽ ഗ്രാഫിക്സ് പാനൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പ്രോയുടെ വീഡിയോസിൽ ഈ കളർ ലൈറ്റ് ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്ത ലൈറ്റ് ലീക്സ് ആക്ച്വലി ഓവർലേസ് ആണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ജസ്റ്റ് ലൈറ്റ് ലീക്സ് ഡൗൺലോഡ് അല്ലെങ്കിൽ ഫയർ ലൈറ്റ് ലീക്സ് അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ലീക്സ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ലൈറ്റ് ലീക്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. ആൻഡ് ഞാൻ ഡൗൺലോഡ് ചെയ്ത ലൈറ്റ് ലീക്സിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാരണം ഞാൻ 1-2 വർഷം മുമ്പ് ഡൗൺലോഡ് ചെയ്തതാണ്. കറക്റ്റ് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഓർക്കുന്നില്ല. അതിന് കിട്ടുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. ആൻഡ് ഇതുപോലത്തെ വേറെ ഓവർലേസ് ഞാൻ ഓൾറെഡി ഗീവ് അവേ ആയിട്ട് തന്നിട്ടുണ്ട്. ആ വീഡിയോയുടെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾ ഓവർലേ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിരിക്കും കിട്ടുന്നത്. ഈ ഓവർലേ നമുക്ക് വീഡിയോസിൻ്റെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രെയിം കവർ ചെയ്യുന്ന പോർഷൻ കണ്ടുപിടിച്ചിട്ട് ആ പോർഷൻ നമുക്ക് കറക്റ്റ് ട്രാൻസിഷൻ വരേണ്ട പോർഷനിൽ കൊണ്ടുവെക്കാം. ഇനി നമ്മൾ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇഫക്റ്റ് കൺട്രോൾസിൽ അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നോർമൽ മാറ്റി സ്ക്രീൻ കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഫ്ലെയർ ട്രാൻസിഷൻസ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ ടു ആഡ് ഇൻ ആൻഡ് ഔട്ട് ആനിമേഷൻ ടു ആൻ ഇമേജ് ആൻഡ് ടെക്സ്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഏത് ടൈപ്പ് ഓഫ് ആനിമേഷൻ ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ബ്രോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഏത് ആനിമേഷൻ ആണെന്ന് ചോദിച്ചിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ടു അപ്ലൈ വിഗിൾ എഫക്റ്റ്. ഓക്കെ, ഞാൻ ഈ എഫക്റ്റ് പ്രീമിയറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ടെക്സ്റ്റിൽ വിഗിൾ എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് എഫക്ട്സിൽ ടർബുലൻറ്റ് ഡിസ്പ്ലേസ് എഫക്റ്റ് കിട്ടും. അത് നമുക്ക് ടെക്സ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ ഇഫക്റ്റ് കൺട്രോൾസിൽ ഇതിൻ്റെ എമൗണ്ട്, സൈസ്, ഓഫ്സെറ്റ്, കോംപ്ലക്സിറ്റി എല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് എവല്യൂഷൻ, കോംപ്ലക്സിറ്റി, ഓഫ്സെറ്റ് ഏതെങ്കിലും കീ ഫ്രെയിം ചെയ്തിട്ട് നമുക്കിത് ആനിമേറ്റ് ചെയ്തെടുക്കാം. ആൻഡ് ഇങ്ങനെ നമുക്ക് വിഗിൾ ടെക്സ്റ്റ് ആനിമേഷൻസ് പ്രീമിയറിൽ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഇത് നമുക്ക് വീഡിയോയിലും അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് ടർബുലൻറ്റ് ഡിസ്പ്ലേസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ എമൗണ്ട്, സൈസ്, കോംപ്ലക്സിറ്റി, എവല്യൂഷൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് എവല്യൂഷൻ കീ ഫ്രെയിം ചെയ്തിട്ട് ഈ വീഡിയോ ആനിമേറ്റ് ചെയ്തെടുക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ വിഗിൾ എഫക്റ്റ് പ്രീമിയറിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ബാഡസ് എഡിറ്റ് പ്രീമിയറിൽ ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഡു എ ബ്രീഫ് വീഡിയോ അബൌട്ട് ഗ്രാഫ് ഇൻ പ്രീമിയർ പ്രോ. ഓക്കെ, ബാഡസ് കൈൻഡ് ഓഫ് വീഡിയോസ് ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രീമിയറിൽ കുറച്ച് പാടാണ് അതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി. ആൻഡ് പ്രീമിയറിൽ നമുക്ക് എങ്ങനെ ഗ്രാഫ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു ആനിമേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത പോലെ ചെറിയൊരു ആനിമേഷൻ. ഇനി നമുക്ക് ഫസ്റ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് ഈസ് ഔട്ട് അപ്ലൈ ചെയ്യാം. ആൻഡ് സെക്കൻഡ് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈസ് ഇൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ ആനിമേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഇവിടെ പൊസിഷൻ്റെ സൈഡിൽ ചെറിയൊരു ആരോ കാണാം. അതൊന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ഗ്രാഫ് കാണാം. ഇനി നമ്മളിവിടെ ഏതെങ്കിലും ഒരു കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഹാൻഡിൽസ് കാണാം. ആൻഡ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഹാൻഡിൽ ഉപയോഗിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഗ്രാഫ് വെച്ച് സ്റ്റാർട്ടിങ്ങിൽ സ്പീഡ് കുറവായിരിക്കും, എന്നിട്ട് എൻഡ് ആകുമ്പോഴത്തേനും സ്പീഡ് കൂടി വരും. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ സ്പീഡ് കൂടുതലും എൻഡിങ് സ്പീഡ് കുറഞ്ഞു വരുന്ന രീതിയിൽ ഗ്രാഫ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ആൻഡ് പ്രീമിയറിലുള്ള ഗ്രാഫിനെ പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നല്ല ട്രാൻസിഷൻസ് എവിടെ നിന്ന് കിട്ടും? നമുക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ട്രാൻസിഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച പോലെ AeJuiceൻ്റെ പാക്ക് യൂസ് ചെയ്യാം. ഇവിടെ സീംലെസ് ട്രാൻസിഷൻ പാക്ക് ഉണ്ട്. അതിൽ ഇഷ്ടംപോലെ ട്രാൻസിഷൻസ് ഉണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യാം പ്രീമിയറിൽ തന്നെ. അതൊരു പ്രീസെറ്റ് ആയിട്ട് വേണമെങ്കിൽ സേവ് ചെയ്യാം. അങ്ങനെ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. ആൻഡ് പ്രീമിയർ പ്രോയിൽ വീഡിയോ ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ബ്രോ പ്രീമിയർ പ്രോ ഇഫക്റ്റ് ഇടുമ്പോൾ എഫക്റ്റ് റിക്വസ്റ്റ് GPU ആക്സിലറേഷൻ എന്ന് കാണിക്കുന്നു. ഓക്കെ, ഈ പ്രോബ്ലം എനിക്കും കുറച്ച് നാളായിട്ട് വരുന്ന പ്രോബ്ലമാണ്. സോ ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് എനിക്കും അറിയത്തില്ല. ബട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ സംടൈംസ് അത് വർക്ക് ചെയ്യാറുണ്ട്. കൂടുതലും VR എഫക്റ്റുകൾ ആഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം നമുക്ക് വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമതായിട്ട് നമ്മൾ ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം GPU ആക്സിലറേഷൻ ഓൺ ആക്കിയിടുക. ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഫയലിലേക്ക് പോയിട്ട് പ്രോജക്റ്റ് സെറ്റിംഗ്സിൽ ജനറൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ റെൻഡർ ഓപ്ഷൻ നമുക്ക് മെർക്കുറി പ്ലേബാക്ക് എഞ്ചിൻ GPU ആക്സിലറേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ട് വർക്ക് ആയില്ലെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്ത് നോക്കാം. നമ്മൾ ഏത് എഫക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്, ആ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്ലിപ്പ് ഒന്ന് നെസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എഫക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇതും വർക്കായിട്ടില്ലെങ്കിൽ ഒരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ആ എഫക്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. സോ ഇത്തരം കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോഴൊക്കെ വർക്കാകാൻ സാധ്യതയുണ്ട്. സോ എനിക്കിങ്ങനെ പ്രോബ്ലം വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഡൈനാമിക് ലിങ്ക് യൂസ് ചെയ്ത് ആഫ്റ്റർ എഫക്ട്സിലേക്ക് പോകും. എന്നിട്ട് ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ച് എഫക്റ്റ് ആഡ് ചെയ്തിട്ട് പ്രീമിയറിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്.
ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഒരു QnA വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.